Good afternoon to all. Good afternoon, everyone. Good afternoon, Miss. Yeah. Am I audible? Yes, Miss. Okay. Yeah, good afternoon. Rehna, അല്ലേ? Rehna. ഞാൻ വിസിബിൾ ആണോ? ക്യാമറ ഓക്കെ ആണോ? അത് കാണുമ്പോൾ മനസ്സിലായത്. Yes, Miss. Visible ആണ്. Okay. എന്തെങ്കിലും വിശേഷത്തിലാണ്? How are you all? It's been a long time. Since we met. Fine, Miss. How are you, Miss? Are you fine? ജലദോഷ സൗണ്ട് ഇല്ല. സൗണ്ട് കുറവാ. നമ്മള് സെയിം. ഞാനും അങ്ങനെയൊക്കെ തന്നെ. Just wait. മിസ് സ്ക്രീൻ ഒന്നൊരു കട്ടാവണ പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. Just wait ചെയ്യാം കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഇല്ല, എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ടല്ലോ. കണ്ടോ? ഇപ്പൊ ഓക്കെ ആണല്ലോ. കറക്റ്റ് ആണല്ലോ. ഞാനൊന്ന് പോയപ്പോഴേക്കും എല്ലാവരും ഇവിടുന്ന് പോയി. ക്ലാസ്സിൽ നിന്ന് പോയല്ലേ? കൊള്ളാം. വെരി ഗുഡ്. അങ്ങനെ വേണം. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഹലോ മാം, how are you? മാമിന്റെ വീട്ടിലൊരു മരണം നടന്നു എന്നൊക്കെ അറിഞ്ഞിരുന്നു. അറിഞ്ഞോ? ഫാദർ ഇല്ല അല്ലേ? ആതിര മാം. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു. എനിക്ക് വയ്യാതെയായി. ഒക്കെയാണ് കുറച്ച്. നിങ്ങൾക്ക് സ്റ്റഡി ലീവും കൂടി ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ക്ലാസ് ഒക്കെ മിസ്സായി. സുഖം. ചുമയുണ്ട്. ഏത് നിമിഷവും ചുമ പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്.
എന്തോ അടുത്ത ഇച്ചിരി ചൂടുവെള്ളം കൊണ്ടുവന്ന് വെക്കാം. ഇപ്പൊ ഇല്ല, വരട്ടെ. വരുമ്പോ നോക്കാം. ചുമ വരുമ്പോ നോക്കിട്ട് ചുമ വരില്ല. ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ, പേടിച്ച് പിന്മാറാൻ പാടില്ല. ചുമ വരില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനിയും കുറെ നാൾ ലീവ് എടുത്താൽ ശരിയാവില്ല. എനിക്ക് ലീവ് എടുത്ത് ഇരുന്നിട്ട് ബോറടിച്ചിട്ടില്ല. തീരെ വയ്യാത്തതുകൊണ്ടാണ്, ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. ഞാൻ മണ്ടയിലൊക്കെ വന്ന് ജോയിൻ ചെയ്താലായിരുന്നു, പക്ഷെ എനിക്ക് വയ്യാതെ ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നു. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല പണികൾ ഉണ്ടായിരുന്നു വീട്ടിൽ, അറിയാലോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ടയർഡായി, ബോഡി പെയിൻ വന്നു, നീർക്കെട്ട് വന്നു, ഇൻഫർമേഷൻ റേറ്റ് ചെയ്യുമ്പോൾ അത് വന്നു. പിന്നെ പറയണ്ടല്ലോ, ശ്വാസം കിട്ടാറില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതോടെ തീരും മിക്കവാറെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടു. ചെറിയ അസുഖം വരുമ്പോ അങ്ങനെ ചിന്തിക്കും. ഇല്ലെന്നേ, ശ്വാസം കിട്ടണ്ടേ, ഏറ്റവും വലുത് മനുഷ്യ ശ്വാസമാണ്. ശരിയാണ്. ഓക്കെ. പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പറയാം ഹസ്ബൻഡിനോട്, ഞാൻ പറയാം എൻജോയ് ചെയ്തു. ഇപ്പൊ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞു. ഇല്ല, സഞ്ചയനം കഴിഞ്ഞിട്ടുള്ളൂ. സാറ്റർഡേയും സൺഡേയും ആണ് ആ ചടങ്ങ് കഴിഞ്ഞു. ഓക്കെയാണ്. നമ്മൾ ഒരുപാട് ബന്ധുക്കളൊക്കെ പോയോ? എന്തോ വീട്ടിൽ ബന്ധുക്കളൊക്കെ പോയോ? റിലേറ്റീവ്സ് ഒക്കെ? അവര് സഞ്ചയനം വരെ ഉണ്ടായിരുന്നു. എല്ലാരും വർക്കിംഗ് അല്ലേ, അപ്പൊ എല്ലാവർക്കും ലോങ് ലീവ് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കും ലീവ് എടുത്താലും ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എല്ലാ ടീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണെന്നൊക്കെ നോക്കി ക്ലാസ് അങ്ങോട്ടും കൂടെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പിന്നെ സ്റ്റഡി ലീവ് ആയതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. ഒരു ക്ലാസ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതെങ്ങനെയുണ്ടായിരുന്നു? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഈസി ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. പഠിപ്പിസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു അല്ലേ? നജു റിട്ടേൺ പോയോ? നാട്ടിലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എത്തി, 2 ആഴ്ച മുമ്പ് എത്തി. അവിടുന്ന് ഹസ്ബൻഡ് വന്നോട്ടോ, ഞാൻ ടെൻഷൻ ഫ്രീ ആയിരുന്നു. എത്തില്ലേ? എത്തിച്ചു. ആ ഒരു ടെൻഷൻ വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു. ഫാദറിലോ മാർച്ച് 12-നാണ് മരിച്ചത്. ആള് വന്നത് മാർച്ച് 18-നാണ്. ആ ഒരു 1 വീക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടെൻഷനും. ആ സമയത്ത് ഇവിടെ നല്ല അറ്റാക്ക് ആയിരുന്നു. എയർപോർട്ടില് മറ്റേ ടെർമിനൽ 3-ല് ഫ്യൂവൽ ടാങ്ക് ഡ്രോൺ വന്ന് അടിച്ചിട്ട് എയർപോർട്ട് ക്ലോസ് ചെയ്തിരുന്നു. കറക്റ്റ് ടൈം ആയിരുന്നു. ഞാൻ വന്ന് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ കൊച്ചിന്ന് ട്രിവാൻഡ്രത്തും വന്ന ഫ്ലൈറ്റുകളെല്ലാം തിരിച്ചു വിട്ടു. അവര് മസ്കറ്റ് വരെ എത്തിയതാ, എന്നിട്ട് തിരിച്ചു വിട്ടു, എല്ലാം തിരിച്ചു വിട്ടു അങ്ങോട്ട് തന്നെ. അതാണ് സങ്കടം, അവിടം വരെ എത്തിയിട്ട് തിരിച്ചു വിടാൻ. അതന്നെ, ഞങ്ങള് വന്നൊരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി. ഞങ്ങള് മസ്കറ്റില്, എന്നിട്ട് ഞങ്ങളെ തിരിച്ചു വിട്ട് മസ്കറ്റില് കുറച്ചു നേരം കറങ്ങിയിട്ട് ശേഷം ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി. അതാണ് രക്ഷപ്പെട്ടല്ലേ. വീട് ചൂച്ചി പോയി ഇറങ്ങാണ്ടേ. ഞാൻ മസ്കറ്റിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 17-ാം തീയതി ടിക്കറ്റ് ഏതായാലും പോയി. മസ്കറ്റിലേക്ക് 3-ാം തീയതി ടിക്കറ്റ് എന്താവോ ആവോ. അതെല്ലേ. അവിടെ ഫ്ലഡ് ഒക്കെ അല്ലേ ഇപ്പൊ? ഇവിടെ ഉണ്ട്. മസ്കറ്റില് പിന്നെ വാദിയാണ്. ഇവിടെയൊക്കെ ഫ്ലഡാണ്. ഷാർജയൊക്കെ ഒരുവിധം ഇപ്പൊ നല്ല മഴക്ക് സാധ്യത അങ്ങനെ വന്നുകൊണ്ട് രാവിലെയൊക്കെ നല്ല വെളിച്ചായിരിക്കും. പിന്നെ ഒരു ഒരു 12 മണിയൊക്കെ ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് നല്ല ക്ലൗഡി ആയി ഏരിയ ഫുള്ള്. നല്ല തകർത്ത് മഴ പെയ്യും. ഇന്നലെ ഇവിടെ ആകാശം മൊത്തം കറുപ്പ് കളറായിരുന്നു. അപ്പൊ ഞങ്ങക്ക് മനസ്സിലാകുന്നില്ല ക്ലൗഡി ആണോ അതോ ഇനി എവിടെയെങ്കിലും പൊട്ടിയിട്ടുള്ള പുകയാണോ. ഇവിടെ ഇപ്പൊ അങ്ങനെ നിക്കണേ, സീജ പറഞ്ഞ പോലെ മൊത്തം കറുത്ത് നിക്കണ്. ഇനിയിപ്പൊ ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. ഷാർജയൊക്കെ ഏതാണ്ട്
വെള്ളത്തിലിടും. അങ്ങനെ മഴ പെയ്താ ഇവിടെ വെള്ളം നിക്കും. ഇവിടെയൊക്കെ പിന്നെ ഞങ്ങൾ അവിടുത്തെ റോട്ടിൽ നിന്നൊക്കെ വെള്ളം അടിച്ചോണ്ട് പോകുന്നുണ്ട്. ടാങ്കർ ലോറിയിൽ വന്ന് വെള്ളം അടിച്ചെടുക്കണ്. പിന്നെ എയർപോർട്ട് ടണലുണ്ട് ഇവിടെ അടുത്ത്. എയർപോർട്ടിലേക്ക് ടണലുണ്ട്. ആ ടണലില് വെള്ളം നിറയും. അപ്പൊ ഒരൊറ്റ വണ്ടിയും പോകാൻ പറ്റില്ല. എല്ലാം മുങ്ങിക്ക് പോകും. ടണലടക്കോര്. വല്ലാത്ത അവസ്ഥയല്ലേ? എന്ത് പറയാ? ഭയങ്കര ഒരു മഴക്കാലം നമുക്ക് കിട്ടിയേക്കണ് ഇവിടെ. ഇനി ടിക്കറ്റിനാണെങ്കിലോ പ്രൈസ് മാനം മുട്ടേന്ന്. ഇപ്പൊ നല്ല എയർലൈൻസ് ഒക്കെ നല്ല കൊയ്ത്തപ്പ. അതെ അതെ അതെ. എയർലൈൻസുകാരല്ല ആദ്യം കൊയ്യാൻ തുടങ്ങിയത് മലയാളി സമാജംകാരാ. അവരാണ് ആദ്യം കൊയ്യ. ഇതുവരെ സീജ ബഹ്റൈനിന്ന് കടന്നിട്ട് പിന്നെ എല്ലാ രാജ്യത്തും കിടക്കുകയെന്ന് തോന്നുന്നല്ലേ. ഇതുവരെ എത്തിയിട്ടില്ല. നല്ല ബുദ്ധിമുട്ടായിരിക്കും. വന്ന് കിടക്ക. പിന്നെന്താ? അപ്പോ എക്സാം ഒക്കെ ഓക്കെ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു അല്ലെ? അതെ അതെ, എക്സാം സിമ്പിൾ ആയിരുന്നു. ഞങ്ങള് പിന്നെ ഒരാഴ്ച ഞങ്ങള് 3-4 പേര് ഇതുപോലെ ഗൂഗിൾ മീറ്റ് ഇട്ട് എല്ലാവരെയും വലിച്ചുകൊണ്ടെന്ന് വായിച്ച് പഠിച്ച് പറയണ്ട അല്ലേ നജുവ? അതെ അതെ. ഞാൻ 2-3 ദിവസം അറ്റൻഡ് ചെയ്തുള്ളൂ. എന്നാലും ആ അറ്റൻഡ് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു കേട്ടാ. അതിന് രമ്യൊക്കെ ഇതിന്റെ നന്നായി ഹാൻഡിൽ ചെയ്ത് പോയിരുന്നു. CJ ഉണ്ടായിരുന്നു. ഞങ്ങള് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് എല്ലാ മീൻസ് ഗൈഡിലെ ക്വസ്റ്റ്യനും വായിച്ചു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വായിച്ച് 1-2 പ്രാവശ്യം റിവിഷൻ നടത്താൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്ക്, അവിടെ ഇടയിലൊക്കെ കുറെയൊക്കെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. എന്നാലും ആഞ്ഞു പിടിച്ച് പിന്നെ ഞാൻ സ്വന്തമായിട്ടും കുത്തിയിരുന്ന് കുറച്ചൊക്കെ പഠിച്ചു. ഇത് ഗൈഡും മോക്ക് ടെസ്റ്റും തന്നെ. റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ അതാണ് അറിയണ്ടത്. അവസാനം ഇതിന്റെ ഒക്കെ വല്ല ഗുണം ഉണ്ടാവോന്ന് അറിയണം. അതോ മിസൈലിന്റെ കൂടെ അതൊക്കെ പോവോന്ന് അറിയില്ല. എക്സ്പെക്ട് ചെയ്യണ്ട, കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കുറേ നാളെ ഞാൻ ക്ലാസ് എടുത്തു. ഓക്കെ, നമ്മള് ടെൻസ് ഏതാണ് പഠിച്ചതെന്ന് പറയാമോ? പ്രസന്റ് കണ്ടിന്യൂസ് കംപ്ലീറ്റ് ആയോ? ഞാൻ 1-2 ക്ലാസ് ഉണ്ടായി. അല്ല, ആൾക്കാരോടാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലാത്ത ആളെ പിന്നെ കൂടെ ഉള്ളവരെ ആർക്കെങ്കിലും അറിയോ ഞാൻ എന്തായാലും? ഞാന് ലാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസിലായിരുന്നു. എന്റെ ഓർമ്മ അങ്ങനെ തന്നെയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യാട്ടോ. പ്രസന്റ് പെർഫെക്റ്റ്ലി പോവാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് മീൻസ് അല്ലെങ്കിൽ മലയാളം മീനിങ് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നടന്നൊരു ആക്ഷൻ നമ്മുടെ പ്രസന്റിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ടെൻസ് യൂസ് ചെയ്യും. അതായത് ഫ്യൂച്ചർ മീൻസ് ഇപ്പൊ നടക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണല്ലേ, ഇത് ഒരു ഇപ്പൊ എത്രയാ ടൈം? 1:30 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ആണ്. ഇപ്പൊ ടൈം 1:45. 1:30 എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് അല്ലെ? പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യം. അപ്പൊ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു ആക്ഷൻ ആണിത് അല്ലെ? 1:30 ആയാലും പാസ്റ്റില് സ്റ്റാർട്ട് ചെയ്തൊരു ആക്ഷൻ 2:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകും എന്റെ ക്ലാസ് അല്ലെ? അപ്പൊ പ്രസന്റിൽ തന്നെ അല്ലെങ്കിൽ പ്രസന്റിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തൊരു ആക്ഷൻ ആ പ്രസന്റിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ടെൻസുകൾ തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ ടെൻസും പഠിപ്പിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പെർഫെക്റ്റ് യൂസ് ചെയ്താൽ അതിന്റെ ഓരോ ടെൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാവരും ടെൻസ് പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? പാസ്റ്റില് അല്ലെ? പാസ്റ്റില് തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റിൽ കംപ്ലീറ്റ് ആയാല് നമ്മള് അത് പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം മീനിങ് പറയുന്നത്. ഇനി സ്ട്രക്ചർ എഴുതിക്കൊള്ളട്ടോ.
Subject plus has or have plus V3. Subject plus has or have plus V3. Has or have. Subject plus has or have plus V3. Verbന്റെ തേർഡ് ഫോം ആണ്. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് വരിക. അപ്പോ ഹി ഷീറ്റ്സിന്റെ കൂടെ ഹാസും IUV സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. അപ്പോ ഹാസോ ഹാവിനോ ശേഷം യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, ഹാസോ ഹാവിനോ ശേഷം വരേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ക്ലിയർ? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാലോ. മനസ്സിലായില്ലേ? She has completed my homework. She has completed her homework. എന്ന് പറയാം അല്ലെ? So I have gone there. I have gone to his home. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. അപ്പൊ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. പ്രപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഡൗട്ട്സ് എനിക്ക് ചോദിക്കൂ കേട്ടോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ.
Sauda, she has playing the cricket. നമുക്കവിടെ ഹാസിന് ശേഷം ING ഫോം വരില്ല കേട്ടോ. പ്ലേയുടെ V3 ഫോം ആണ് വരാ, തേർഡ് ഫോം. അതായത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേഡ് ആണ് പറയാ കേട്ടോ. ഷി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റിന് മുന്നിൽ നമുക്ക് ആർട്ടിക്കിളൊന്നും ആവശ്യമില്ല. ഷി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കി എല്ലാവരും എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Yeah, correct ആണ് കേട്ടോ. ക്ലിയർ ആണ്. She has the drink water. സൗദ ഡ്രിങ്ക് അല്ല. ഡ്രിങ്കിന്റെ V3 ഫോം ഏതാ? ഡ്രിങ്ക് ആണ്. ഡ്രങ്ക് ആണ് കേട്ടോ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ്. She has drunk water എന്ന് പറഞ്ഞു. ഓക്കെ, മിസ്സിന്റെ എക്സാമ്പിൾ കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലോ. വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്ലിയർ ആണ്. എല്ലാവരും കേട്ടോ, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, യെസ്. Yes, gone out. Gone out. Yes, gone out. I've not been for a long time. I've lived up. Finished. Yeah, correct. Okay, clear ആണ്. മനസ്സിലായോ? ടെൻസ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്കൊരു ഫോർമാറ്റ് കിട്ടിയാൽ മതി. ആ ഒരു സ്ട്രക്ചർ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? നമുക്കിപ്പോ ഇനി എഴുതുമ്പോഴാണ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ? നിങ്ങൾക്ക് എഴുതുന്നത് മിസ്റ്റേക്ക് ആണെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് അത് മതി. അത് കഴിഞ്ഞ് എല്ലാ ടെൻസ് പഠിച്ചതിന് ശേഷം കുറച്ചൊരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്ലിയർ ആക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഇത് നെഗറ്റീവ്സ് ഒക്കെ പറയുകയാണെങ്കിലോ, ഇപ്പോ ഷി ഹാസ് പ്ലേഡ് ആണെങ്കിൽ ഷി ഹാസൻഡ് ആണ്. ഹാസ് നോട്ട് അല്ലെ? ഹാസ് നോട്ടിന്റെ ഷോർട്ട് ഹാസൻഡ് ആണ്. ഷി ഹാസൻഡ് പ്ലേഡ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹാസ് ഷീ പ്ലേഡ്. നെഗറ്റീവ് ആണെങ്കിൽ ഹാസൻ ഷീ പ്ലേഡ്. ക്ലിയർ ആണോ? ഹാവ് ആണെങ്കിലോ, ഹാവ്
and I have not, I haven't, have you and haven't you എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഒരു കാര്യം ചെയ്യും, നെഗറ്റീവ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തേ. ഒരു സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് മേക്ക് ചെയ്യുക, അതിന്റെ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തെല്ലാവരും. അതുപോലെയാണെങ്കിൽ ഓക്കെ ആണ്, ടെൻസ് കംപ്ലീറ്റ് ആകും. ഓക്കെ, രണ്ട് എക്സാമ്പിൾ ഹാസ് വെച്ചിട്ടും ഹാവ് വെച്ചിട്ടും രണ്ട് എക്സാമ്പിൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ നെഗറ്റീവ് സെന്റൻസും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും കൂടെ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, അതോടുകൂടി നമുക്ക് നമ്മുടെ ടെൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ടെൻസിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. Okay, okay ആണ് കേട്ടോ. Class finished. Yeah. Okay ആണല്ലോ, ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ?
പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടെൻസിലൂടെ പോവാട്ടോ. അതോടുകൂടി നമ്മുടെ പ്രസന്റൻസ് കംപ്ലീറ്റ് ആകും. സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. സൗദ ഹാസ്ബിൻഡ് അങ്ങനെ എഴുതാം. എൻ കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി ടി വരുന്നത് കേട്ടോ. ഓക്കെ. Then next ടെൻസിലേക്ക് പോവാണ് കേട്ടോ. Next one, the last one. And present tense, the last tense is present perfect continuous tense. Okay. Right. എന്താ പറയാ അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മീനിങ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രസന്റിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാം. 1:30 തുടങ്ങിയ ക്ലാസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ? ഇങ്ങനെയാണെങ്കിൽ ഈ ടെൻസ് വെച്ച് പറയേണ്ടി വരും. ഓക്കെ, അത് കണ്ടിന്യൂസ് പ്രസന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ സ്ട്രക്ചർ എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് ബീൻ. ബീൻ ഉണ്ട് ഇവിടെ. ബീൻ പ്ലസ് verb ing. Subject plus has or have plus been plus verb ing. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെർബിന്റെ കൂടെ ing ഫോം വരുന്നത്. ഓക്കെ, സബ്ജക്ട് പ്ലസ് has or have plus been plus verb ing. ബീൻ ഉണ്ട്, then ing ഫോം ആണ് വരാ. അപ്പൊ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? 1:30 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ആണ് ഇപ്പോഴും. എങ്ങനെയാ പറയാ? I have been studying or learning English since 1:30 PM. 1:30 മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ 1:30 മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. ഇവിടെയാണ് നമുക്ക് ഈ പറയുന്ന സിൻസ് ഫോർ പ്രപ്പോസിഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. നമ്മള് പ്രപ്പോസിഷൻ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? I have been learning English since 1:30 അല്ലെങ്കിൽ I have been cooking breakfast. Sorry, I have been taking a class since morning എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? Then let's make an example.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഹാവ് ബീൻ സ്റ്റഡിങ് എല്ലാവരും കറക്റ്റ് ആണല്ലോ. ഹാവ് ബീൻ ഡ്രോയിങ്, ഹാവ് ബീൻ റീഡിങ്. ക്ലിയർ ആണ് കേട്ടോ. സൗദ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് വരുന്നത് ing ഫോം ആണ്. ഷീ ഹാവ് അല്ല യൂസ് ചെയ്യണ്ടേ, ഷീ ഹാസ് ആണ്. ഹാവ് അല്ല കേട്ടോ. ഷീ ഹാസ് ബീൻ studying well എന്ന് പറയാം. ഷീ ഹാസ് ബീൻ drinking water. ഓക്കെ, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ing ഫോം വേണം. അതർവൈസ് കറക്റ്റ് ആണ്. ബാക്കി കാര്യം കറക്റ്റ് ആണ് കേട്ടോ. Again you did a mistake. Sauda, she have been, not she has been. She has been. Okay. Clear ആണല്ലോ, മനസ്സിലായില്ലേ? ഇനി നെഗറ്റീവ്സ് പറയാൻ എളുപ്പമാ. ഈ നെഗറ്റീവ്സ് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ പൊതുവെ ഈ ടെൻസ് അധികം യൂസ് ചെയ്യാറില്ല. നെഗറ്റീവ്സ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? 4 ആക്ഷൻസ് നമ്മൾ നോക്കിയിരുന്നു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ടെൻസ് എടുത്തപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലിയർ ആയോ? എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ ആണോ? ഇമോജിസ് മാത്രമേ ഉള്ളൂ? അറിയോ? ഓക്കെ കുഴപ്പമില്ല, ഡൗട്ട്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഒരു ആക്ടിവിറ്റി ആണ് കേട്ടാ. ഓക്കെ, നമ്മൾ 4 എണ്ണം പഠിച്ചു, 4 ടെൻസ് പഠിച്ചു. ഈ 4 ടെൻസിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ ഡേ ഇൻ മൈ ലൈഫോ എന്തോ ആണെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യും. കാരണം എഴുതുന്നത് പൊട്ടത്തെറ്റായിരിക്കും, മലയാളത്തിൽ കൺവേർട്ട് ചെയ്യുന്നത് പൊട്ടത്തെറ്റായിരിക്കും. കാരണം ആ ടെൻസിനെ നമ്മൾ ഒപ്പിച്ച് എഴുതണമല്ലോ, അതുകൊണ്ട് പൊട്ടത്തെറ്റായിരിക്കും. പക്ഷേ ഈ 4 ആക്ഷൻസുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് ലൈക്ക് എ സ്റ്റോറി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയിരിക്കും, സ്റ്റോറി അല്ല, ജസ്റ്റ് ഒരു ബ്രീഫ് നോട്ട്. ഓക്കെ, ഒന്ന് പ്രിപ്പയർ ചെയ്യാം എല്ലാവരും. ഓക്കെ, അത് വായിച്ചാൽ മതി, എനിക്ക് ടെക്സ്റ്റ് ചെയ്യണമെന്നില്ല. നോട്ട്ബുക്കിൽ എഴുതാം. ഈ 4 ടെൻസ് വരത്തക്ക രീതിയിലുള്ള ഒരു ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ബ്രീഫ് നോട്ട്, എനിത്തിങ്, എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇമാജിനേഷൻ ആണ്. കാരണം അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ നോക്കാൻ ചാൻസ് ഇല്ല. ഇമാജിനേഷൻ ആണ്. എഴുതിയാലോ? ഈ 4 ആക്ഷനും വരണം, ഇൻക്ലൂഡ് ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ എന്നല്ല, ചെയ്യണം. വായിച്ചാൽ മതി, എന്നോട് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ, ടെക്സ്റ്റ് ചെയ്യണ്ട. എഴുതിക്കോളൂ. മനസ്സിലായില്ല? രഹന,
നമ്മളിപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, പെർഫെക്റ്റ് പഠിച്ചു, കണ്ടിന്യൂസ് പഠിച്ചു. ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പഠിച്ചതാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒരു ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു. അത് സിമ്പിൾ പ്രസന്റ് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലെ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയാകുകയാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്, ദെൻ അവർ സ്കൂളിൽ പോയിട്ടുണ്ട്, അവർ സ്കൂളിൽ ഹസ്ബൻഡിന്റെ കൂടെ പോയിട്ടുണ്ട്, ദെൻ ഞാൻ രാവിലെ മുതൽ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ആക്ഷൻ ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതേപോലെ നിങ്ങൾക്ക് എന്തും എഴുതാം. ഈ പറയുന്ന 4 ആക്ഷൻസ് വരണം എന്ന് മാത്രം. ഓക്കെ.
മിസ്സിന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഓക്കെ, ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, വായിക്കാവേ. Today is my dream comes true. Day, my daughter attends her first annual day of preschool. I have taught the dance step to her. I have her friends. She has been studying it very passionately. Okay, then I have very happy said this to you. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. I'm so happy എന്ന് പറഞ്ഞാൽ അവിടെ ഹാവിന്റെ ആവശ്യമില്ലല്ലോ. I'm so happy എന്ന് പറയാം. I'm so happy to say this to you. വേണമെങ്കിൽ പറയാം. എന്തോ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും പറയാം കേട്ടോ. അങ്ങനെയൊന്നും ആലോചിക്കൂ. ഇത് ഓക്കെയാണ്. ഒരു ബിഗിനർ നമുക്ക് ഇങ്ങനെ എഴുതാം, കുറച്ചൊരു ബെറ്റർ ആക്കി ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആലോചിക്കണം കേട്ടോ. അല്ല ഞാൻ റീഡ് ചെയ്യട്ടെ മാം. ഓക്കെ. I am Nejwa, coming from Kerala. I like to visit my teachers and friends. I have made a good friendship with them. I have been waiting to meet them since the course started. കഴിഞ്ഞോ? അത്രേ തീരുള്ളൂ. ഫുള്ളായിട്ടില്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കേട്ടിരിക്കുന്നു. അയ്യോ, കഴിഞ്ഞ അത്രേ ഉള്ളൂ. എഴുതാൻ ഭയങ്കര മടിയാണ്. കൊള്ളാം അല്ലേ? കറക്റ്റ് ആണോ? എന്തോ കറക്റ്റ് ആണോ? അതല്ലേ, ശ്രദ്ധിച്ചിങ്ങനെ വന്നപ്പോഴൊന്നും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ എഴുതാനൊരു ധൈര്യമില്ലേ? തെറ്റില്ല എന്നൊരു അല്ലെ, ഒരു വിശ്വാസം നമ്മളിലുണ്ട്. അത് നിങ്ങള് എനിക്കറിയാൻ നോക്കി, പക്ഷേ അത് നമ്മള് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എഴുതാൻ മടി പാടില്ല. എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുകയും ചെയ്യാം. അങ്ങനെ പഠിക്കുള്ളൂ കേട്ടോ. Okay, thanks ma'am. I'm Ramya. I'm living in Kerala at Kochira. I have 2 children. My husband is working in Dubai as an electrician. I completed my daily work for 12 p.m. I have been preparing for BSc exams since 2020. Yeah, correct? Yeah. I have completed my daily works. Household works എന്ന് പറയുന്നാലും മതി. Household അല്ലേ? കുഴപ്പമില്ല. കറക്റ്റ് ആണ് കേട്ടോ. ഈ ആരെങ്കിലും നെക്സ്റ്റ് ടൈം വരുമ്പോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടെ ഒന്ന് അല്ലെ, അത് നിങ്ങൾ ആലോചിച്ച് ഒരുപാട് എഴുതിട്ട് വരും. അത് ഞാൻ ഉദ്ദേശിച്ചത് മിസ്, 12 മണിക്കൊക്കെ മുന്നേ ഞാൻ എന്റെ വീട്ടിലെ ജോലികളൊക്കെ തീർക്കും, അങ്ങനെ ഉദ്ദേശിച്ചത്. വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനിരിക്കും എന്നൊക്കെ ഉള്ള അങ്ങനെ. വീട്ടുജോലി എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡ്. അപ്പോ കറക്റ്റ് ആണ് കേട്ടോ. Travel to Kashmir since long time. I have booked ticket by train earlier to start Shimla. Okay. Next. കാശ്മീരിലേക്ക് പോകണോ? കാശ്മീരിലേക്ക് പോകണോ? ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പഞ്ഞമില്ല. നമ്മൾ ജീവിക്കുന്നതന്നെ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പറയുന്നത് ട്രാവൽ ബൈ ട്രെയിനാണ്. എനിക്ക് ട്രെയിനില്ല, എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ട്രാവൽ ചെയ്താൽ മതി. കാരണം ഒരുപാട് ഇതുണ്ട്, നമുക്ക് ഒത്തിരി റെസ്റ്റ് എടുക്കാം, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാം. ട്രാവൽ ചെയ്ത് മടുത്തു, അതാണ് സത്യം.
കറക്റ്റ്. ഞാനത് പറയാതെ പറഞ്ഞതാ. എനിക്ക് മടുപ്പാണ് ഇപ്പൊ ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞ 3 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ. അതിപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ എവിടെയാണ് 24 hours മുന്നേ ചെക്ക് ഇൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ബെസ്റ്റ് പോയാണ് ജിജിക്ക് ഫ്ലൈറ്റ്. നമുക്കിപ്പോ ബെസ്റ്റ് പോയാണ് ജിജിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. സത്യം പറയാൻ മടുത്തു ഫ്ലൈറ്റ്. പിന്നെ ഇപ്പൊ ഇവിടെ ബഹ്റിനിൽ വന്നാൽ പിന്നെയാണ് കുറച്ചൊരു അല്ല, ഇത് മുന്നും ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ക്ലാസ് ഒക്കെ കിട്ടും. നമ്മള് ഫ്രീക്വന്റ് ട്രാവലർ ആയതുകൊണ്ട് അപ്ഗ്രേഡ് ഒക്കെ കിട്ടും. പിന്നെ ഇപ്പൊ ഫ്രീക്വന്റ് ഉണ്ടെങ്കിലും എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് ബഹ്റിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന കാരണം ഗൾഫ് എയറിലാണെങ്കിൽ എപ്പോഴും അപ്ഗ്രേഡ് കിട്ടും. ഇന്ത്യൻ എക്സ്പ്രസിൽ അല്ല, എയർ ഇന്ത്യ എക്സ്പ്രസിൽ പിന്നെ ബിസിനസ് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. സീജ, എനിക്ക് ഹൈദരാബാദിലേക്കും പോണം, ആഗ്രയിലേക്കും പോണം. എങ്ങനെ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതിട്ട് വരും എല്ലാവരും. ഓക്കെ, എല്ലാവരും മോർണിംഗ്. നജ്വയാണോ ചോദിച്ചെന്നോട് ഹൈദരാബാദിലേക്ക്? കുറച്ചേ നിങ്ങൾ മിണ്ടാതിരിക്കോ രണ്ടുപേര്? ചെറുതാണ് ഒരു ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പോകുന്നു, ചിന്തയില്ല. നിങ്ങൾ എല്ലാവരും അക്കാദമിയിൽ പ്രത്യേകിച്ച് എനിക്കറിയാം. പല ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ് എന്നോട്. വായിച്ചിട്ടുള്ളൂ വീട്ടിലും എല്ലാ സ്റ്റുഡൻസിന്റെ വീട്ടിലൊക്കെ പോയാലോ? ആയിക്കോട്ടെ, പോവാം. നല്ല ആശയമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്യൂ കേട്ടോ. അപ്പൊ മിസ്സിനായിരുന്നില്ല ഞങ്ങള് വർത്തമാനം പറയത്തില് വിഷമുണ്ടായിരുന്നു. മിണ്ടാണ്ടിരുത്തിക്കണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇവിടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ വേറെ ഏതൊക്കെ കോഴ്സുകൾ നടത്തുന്നുണ്ട്? അവിടെ മോണ്ടിസോറി ഉണ്ട്, HRM ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ. HR എന്നതാ ഇതുപോലെ ഡിപ്ലോമ PG? PG HRM PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മെഡിക്കൽ കോഡിംഗ് ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, താങ്ക് യു മിസ്. Thank you all. Next class. നാളെ ഞാനായിരിക്കും. കുറച്ച് കോമ്പൻസേഷൻ ഉണ്ട്, അതുതന്നെ സഹിക്കേണ്ടി വരും കേട്ടല്ലോ. ഓക്കെ, ബൈ ബൈ, താങ്ക്സ്. ബൈ.